വേണ്ടിയിട്ടാണ് എടുത്ത റിസ്ക്. ആ അമ്മമാരുടെ കണ്ണുനീര് വീഴ്ത്തിയ ഒരുത്തിയുണ്ടല്ലോ, നീ പുഴുതേ ചാവുള്ളൂ. നോക്കിക്കോടി, നിനക്ക് എന്റെ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും ശാപം നിനക്കുണ്ടാവും. നീ ഇത്ര വൃത്തികെട്ടോളാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നീ എന്റെ പേരിൽ എനിക്കൊണ്ട് കേസ് കൊടുത്താലും എനിക്കൊരു കുന്തമില്ല, മനസ്സിലായോ? എനിക്കുണ്ടല്ലോ ഒരു കാലത്തും ഇതിനെക്കുറിപ്പേ ഞാൻ പറഞ്ഞു തരികയാണ്. നിന്റെ അന്തി ഉണ്ടല്ലോ ഞങ്ങളെല്ലാം കാണും. ഞാൻ ജീവിച്ചിട്ടില്ലെങ്കിലുണ്ടല്ലോ കാണുന്നവരുണ്ടാവും, എന്റെ ആത്മാവെങ്കിലും കാണുന്നത്. നീ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നീ പുഴുത്ത്. ലക്ഷ്മി, ഇപ്പൊ എനിക്കിത് പറയാതെ വയ്യ. ഈ സംസാരിച്ചത് വളരെ 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 മോശമാണ്. നടപടി എടുക്കുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ലക്ഷ്മി ഇപ്പൊ പറഞ്ഞതെല്ലാം അമ്മയ്ക്ക് ചേരാത്തതാണ്. ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. കേട്ടോന്നേ. ഇപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിപ്രിയ ആൻഡ് കുക്കു പരമേശ്വരൻ, പിന്നെ നമ്മുടെ നീന കുറുപ്പ്, ഇവരെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇവർ അമ്മ സംഘടനയിലുള്ളവരാണ്. ഇവരൊക്കെ അമ്മ സംഘടന എനിക്കൊന്ന് നേരത്തെ ലാലേട്ടനൊക്കെ ആയിരുന്നു. അവരൊക്കെ ഈ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും വാദങ്ങളൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം പിരിച്ചിട്ട് ഇപ്പോൾ പെണ്ണുങ്ങളാണ് അതിലത്തെ ആൾക്കാരൊക്കെ. അപ്പം അതിൽ ആണുങ്ങളും ഉണ്ട് കേട്ടോ, പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് എനിക്കൊന്ന് ശ്വേതാമേനോനും കുക്കു പരമേശ്വരനൊക്കെ തോന്നുന്നു അതിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ലക്ഷ്മിപ്രിയയും നീനക്കുറുപ്പും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഇത്. ഭയങ്കരമായിട്ട് ഇപ്പോൾ എല്ലാവരും എടുത്ത് വെച്ചങ്ങ് അലക്കുവാണ്. എനിക്ക് ഈ ലക്ഷ്മിപ്രിയയുടെ അഭിനയമൊക്കെ ഇഷ്ടമാണ് കേട്ടോ, പുള്ളിക്കാരിക്ക് ഇഷ്ടമാണ്. പുള്ളിക്കാരുടെ സ്വഭാവം എനിക്ക് ഇഷ്ടമല്ലാതെ ഇപ്പോൾ ഇത് ബിഗ് ബോസിൽ വന്ന് കണ്ടതിന് ശേഷമാണ്. നമ്മൾ ഈ ബിഗ് ബോസിൽ വരണം ശരിക്കുമുള്ള നമുക്ക് ഇഷ്ടമുള്ളവരൊക്കെ ശരിക്കുമുള്ള സ്വഭാവങ്ങൾ അറിയണമെങ്കിലും നമുക്ക് അവരോടൊക്കെ ഒരു മനസ്സുകൊണ്ടൊരു ഇഷ്ടമുള്ളത് പോലും മാറിപ്പോകുന്നത്. ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിപ്രിയയുടെ വിചാരം എന്നാന്ന് ചോദിച്ചാൽ ലക്ഷ്മിപ്രിയയാണ് ലോകത്തിലെ ഒരേ ഒരു കുലസ്ത്രീ എന്നാണ് വിചാരം. ഒരേ ഒരു കുലസ്ത്രീ, എല്ലാം പുള്ളിക്കാരി മാത്രമാണ് കുടുംബിനി, നല്ലവള്, നല്ല സംസ്കാരമുള്ളവൾ, നല്ല സംസാരമുള്ളവൾ, അവരുടെ കുടുംബക്കാർ, അങ്ങനെ ഒരു മൈൻഡാണ് പുള്ളിക്കാരിയുടെ. ബാക്കി എല്ലാവരും മോശക്കാരെന്നുള്ളൊരു മൈൻഡാണ് പുള്ളിക്കാരുടെ രീതി ഉണ്ടായാൽ. എനിക്ക് ഇവരുടെ ഈ കുലസ്ത്രീ കളിക്കൽ കാണുമ്പോഴത്തേക്ക് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമാണ്, അവരവരെങ്ങനെയൊക്കെ നടന്നോട്ടെ എന്നല്ല. ഇവർ ഭയങ്കര ഡയലോഗടിയാണ്. എന്നെയാണെങ്കിലും ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും നീനാക്കുറുപ്പിനെ അങ്ങ് പ്രാകുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇത്രയും പ്രാഗല്ലോ മനുഷ്യരെ. ചിലപ്പോൾ ഈ പ്രാഗ് നമുക്ക് തന്നെ തിരിച്ചേൽക്കാനും മതി കേട്ടോ. ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ പ്രാകുന്നതായിരിക്കും, അത് നമുക്ക് തന്നെ തിരിച്ച് ഏൽക്കാറുണ്ട്. ഇവരുടെ വർത്തമാനം കൊണ്ട് ഇത്രയും ഈ ഒരു ഡയലോഗ് ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇവരോടുള്ള ഒരു ശകലം ഇഷ്ടം കൂടെ നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങ് പോയി കിട്ടും. അത്രയ്ക്കുള്ള പരിപാടി പുള്ളിക്കാരി ഈ ഒരു ഇത് അമ്മ സംഘടനയിൽ ഇവരുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നതിനകത്ത് അതിനേതാണ്ട് പരിപാടിക്ക് അപ്പം ഇവർ കുറേ കലാപരിപാടികളൊക്കെ ഈ ഇവരായിരുന്നു, ലക്ഷ്മിപ്രിയ ആയിരുന്നു ചെയ്തത്. അതിൻ്റെ എല്ലാം മേൽനോട്ടം വഹിച്ചിരുന്നത്. കുറച്ച് ഈ ഫാഷൻ ഷോയുടെയൊക്കെ നീനക്കുറുപ്പായിരുന്നു. അപ്പോൾ അതിലുള്ള ആൾക്കാർ ഈ കലാപരിപാടിയിലും ഉണ്ടായിരുന്നു. അപ്പം ലാലേട്ടനും മമ്മൂക്കയും നേരത്തെ വന്നുകൊണ്ട് പരിപാടിയിൽ മാറ്റം വരുത്തിയേച്ച് ഇവരുടെ പരിപാടി ആദ്യം തുടങ്ങി. അപ്പോൾ ഫാഷൻ ഷോയ്ക്കുള്ള പിള്ളേർ അവിടെ മാറിയുണ്ടായിരുന്നു. അപ്പോൾ അത് നിന്ന് ഇവരുടെ കൂടെ ഉള്ള ഒരാളെ നീനക്കുറുപ്പ് തടഞ്ഞു വെച്ചു എന്നാണ് ഉള്ള വിഷയമാണിത്. പ്രോഗ്രാം കഴിഞ്ഞു, ഇവർ തന്നെ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല രീതിക്ക് നടന്നു. അപ്പോൾ ഇവർക്ക് പറയാനുണ്ടെങ്കിൽ ഒരു പരാതിയായിട്ട് ഇവർക്ക് എഴുതി കൊടുക്കാമായിരുന്നു. ഇല്ലെങ്കിൽ ഇവർക്ക് അവരോട് നേരിട്ട് സംസാരിക്കാൻ, നീ എന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ ആൾക്കാരെ വിളിച്ച് പറയാമായിരുന്നു, ഇന്നപോലൊരു പരിപാടി നടന്നു, ഇതിനുള്ളൊരു കാര്യം നിങ്ങളൊന്ന് സംസാരിക്കണം എന്ന് പറയുന്നു. അതിന് ഇവർ പറഞ്ഞങ്ങ് തുടങ്ങിയേക്കെന്ന് കേൾക്കണം. എന്നാൽ നമുക്കത് കേട്ടതിന് ശേഷം ബാക്കി പറയാം. കുറുപ്പേ മാഡം, നിങ്ങൾ എത്ര വലിയ സ്ത്രീ ആണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ ഗതി കിട്ടാതെ നരകിച്ച് നിങ്ങൾ ചാവുള്ളൂ. ഞാൻ എഴുതി വെച്ചുതരാം. നിങ്ങൾ ഇതിന്റെ പേരിൽ എന്നെ കുറിച്ച് എന്ത് കംപ്ലൈന്റ് ചെയ്താലും, നിങ്ങൾ എന്ത് കോപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല കേട്ടോ. ഒരു ആർട്ടിസ്റ്റിനെ ഒരിക്കൽ ഞങ്ങളുടെ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫാഷൻ ഷോ ഉള്ളത്? എനിക്കറിയാലോ, ഞാൻ ഇതിനകത്തുള്ള ഒരു കോർഡിനേറ്റർ തന്നെയല്ലേ. എനിക്കറിയാലോ ഏത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏത് എങ്ങനെയെന്നുള്ളത് എനിക്കറിയാമല്ലോ. ആ കൊച്ചിനെ കോസ്റ്റ്യൂം ഇട്ട് നിന്നൊരു കൊച്ചിനെ സ്റ്റേജിൽ കയറാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് എന്തായി? എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാന്യമായിട്ട് സ്റ്റേജിൽ കയറാനോ വിളക്ക് കത്തിക്കുന്നിടത്ത് നിൽക്കാനോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ലാലേട്ടനെ ആദരിക്കുന്നിടത്ത് നിൽക്കാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് പട്ടി ഷോയാണ് സ്ത്രീയെ നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം സ്ഥലത്ത് കിടന്ന് കാണിച്ചത്? നിങ്ങൾ എന്തെല്ലാം പൂവും മായും കായും ഒക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് പന്ന സ്ത്രീയാണ്? നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറയുമ്പോഴല്ലോ അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്. സ്ത്രീകൾക്ക് പോലും ഒരു അപമാനമാണ് നിങ്ങൾ, മനസ്സിലായോ? ഈ പറഞ്ഞത് ബാക്കി നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും സ്ത്രീകൾക്ക് അപമാനമായിട്ടുള്ള വ്യക്തി ആരാന്നുള്ളത്. അവർ ചിലപ്പോൾ അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരിക്കാം, നമുക്ക് ദേഷ്യം വന്നിരിക്കാം, ഓക്കെ, അതെല്ലാം സമ്മതിച്ചു. പക്ഷേ ഇങ്ങനെയൊരു ഇതിലല്ല ഇവരിത് പറയാനായിട്ട് ഇതിനൊക്കെ നല്ലത് വെച്ചാൽ പിറ്റേ ദിവസമാണ് ഇവരിതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്, അന്നല്ല. ആ ഒരു സ്പോട്ടിൽ നമുക്ക് ദേഷ്യം വന്ന് ചിലപ്പോൾ എന്തിനും പറഞ്ഞു പോയെന്ന് വെക്കാം. ഇത് പിറ്റേ ദിവസം നേരം വെളുത്തതിന് ശേഷമാണ് അവർ ഇങ്ങനെയൊരു കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പം അവർ മറ്റവർ ചീത്ത വിളിച്ചു, ഇവർ ഭയങ്കര മാന്യമായിട്ടുള്ളതാണ്. അവരുടെ വർത്തമാനത്തിൽ നിന്നും നമുക്ക് ബാക്കി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിലാരാണ് കുലസ്ത്രീ എന്നുള്ളത്. മനസ്സിലായോ? വിഷമാണ് നിങ്ങളാണ് ഈ സംഘടനയിലെ പോയിസണേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളാണ്.
മനസ്സിലായോ? ഈ കുഞ്ഞ് ആ കൊച്ച് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അത് ഒരുങ്ങി നിന്നിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഐറ്റം? നിങ്ങൾക്ക് ജലസ് കൊണ്ട് മാത്രമാണ്. ആ കൊച്ചിന് എന്നെ വിവരം അറിയിക്കാനുള്ള ഒരു സമയം പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല. എന്താണ് നിങ്ങളുടെ മാനത്തൊന്ന് പൊട്ടി വീണതാണോ? നിങ്ങൾ തലേക്കൂടാണോ ഈ അമ്മ അസോസിയേഷനിലെ 504 അംഗങ്ങളുടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? നീനാക്കുറിപ്പെ നിങ്ങൾ പറ. നിങ്ങളെ കൊണ്ട് ഞാൻ ഇതിന്റെ സമാധാനം പറയിപ്പിക്കും. മനസ്സിലായി? നിങ്ങൾ കരയും. ഞങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ വ്യക്തിപരമായിട്ട് ഇഷ്ടമുണ്ടോ? പറ. നമ്മൾ സ്നേഹം കൊടുത്താണ് സ്നേഹം മേടിക്കേണ്ടത്, ബഹുമാനം കൊടുത്താണ് ബഹുമാനം മേടിക്കേണ്ടത്. നിങ്ങൾ ഒറ്റ എടുത്ത് ഇലക്ഷന് മുമ്പ് എല്ലാ മനുഷ്യരും നിങ്ങൾ ഓടി നടന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അത്. ലക്ഷ്മിപ്രിയയ്ക്ക് വോട്ട് കൊടുക്കരുതെന്ന് വിളിച്ച് പറഞ്ഞ തെളിവ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. എനിക്കത് പുല്ലായതുകൊണ്ടല്ലോ ഈശ്വരൻ നീനാക്കുറിപ്പ് അല്ല ലക്ഷ്മിപ്രിയയുടെ ജാതകം എഴുതുന്നത്. മനസ്സിലായോ? നീനാക്കുറിപ്പിന് ഒരു ഉണ്ടേ സാധിക്കില്ല ഈ ലോകത്ത്. നിങ്ങൾ ഈ ഇത്രയും വലിയൊരു പ്ലാനറ്റിൽ നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ്, നമ്മൾ ആരാണ്? അത് നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾ പിന്നെ അങ്ങനെ ഒരു തവളയ്ക്കൊരു വിചാരമുണ്ട്, പൊട്ടക്കുഴിയിലെ തവളയ്ക്ക് ഇതാണ് സ്വർഗ്ഗലോകം എന്ന്. നിങ്ങൾ എന്താ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നു, മറ്റേ ഡാൻസിന്റെ കാര്യത്തിൽ ഇടപെടുന്നു, അതിലിടപെടുന്നു, ഇതിലിടപെടുന്നു. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ ഈ ഇത്രയും 16 അംഗങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ആരെങ്കിലും ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടോ? സ്ത്രീയെ അവനവനെ ഏൽപ്പിക്കുന്ന ജോലി അവനവൻ ചെയ്യണം. മനസ്സിലായോ? ഞങ്ങൾ ഇത്ര ആൾക്കാരെ ശാപം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ആദ്യം ഞങ്ങളെ ആ പ്രോഗ്രാമിന് അത് എങ്ങനെ ബാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇതിപ്പോൾ പറയുന്നുണ്ട് ഇവരുടെ പ്രോഗ്രാമിനെ എത്ര ബാധിച്ചെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന്. പക്ഷേ ലാസ്റ്റ് ഇവർ പറയുന്നുണ്ട് ഇവരുടെ പ്രോഗ്രാമിനെ ഒന്നും ബാധിച്ചില്ല എന്ന്. നല്ല രീതിക്ക് ഇവർ പ്രോഗ്രാം അവതരിപ്പിച്ചെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇടന്ന് വെള്ളം വെക്കേണ്ട കാര്യമുണ്ട്, പൊട്ടക്കിണറ്റിലെ തവള എന്നൊക്കെ. ഈ നീനാക്കുറിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്ന് എൻ്റെയൊക്കെ ചെറുപ്പം മുതലേ ഞാൻ കാണുന്നതാണ്. അവർ ഒത്തിരി സിനിമയിലൊന്നും ഇല്ലെങ്കിലും നായികയായിട്ടൊക്കെ ഇവർ വന്നിട്ടുണ്ട്. മമ്മൂട്ടിയുടെ സിനിമയുടെ പേര് ഞാൻ മറന്നു, സുരേഷ് ഗോപിയുടെ ജോഡിയായിട്ടും മമ്മൂട്ടി പ്രണയിക്കുന്നതായിട്ടൊക്കെയുള്ള ആ പേര് ഞാൻ മറന്നു കേട്ടോ. ആ ഒരു സിനിമയ്ക്കകത്ത് ഈ നീനാക്കുറിപ്പുണ്ട്. പിന്നെയും ഇവർ സീരിയലിനകത്തൊക്കെ ഇഷ്ടംപോലെ ഉള്ളതാണ്. ഇവരെ അറിയാത്ത ആൾക്കാരൊന്നുമില്ല. കാര്യം അന്നും ഇന്നും ഞാൻ നോക്കിയിട്ട് ഒരുപോലെ ഇരിക്കുന്നൊരു തടിയാണ്. കാര്യം ഇവർക്ക് വണ്ണം കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല, ഒരുപോലെ ഇരിക്കുന്നു. ഒരിക്കലും പ്രായം തോന്നിക്കത്തില്ല ഇവരെ കണ്ടാൽ. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ ഞാനാണ് നിങ്ങളുടെ ആർട്ടിസ്റ്റിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വിടാതെ തടസ്സപ്പെടുത്തി പിടിച്ചു വെച്ചാൽ നിങ്ങൾ ചെയ്ത് ഒട്ടും മര്യാദയില്ല. പിന്നെ നിങ്ങൾ അറിയിക്കുന്ന രീതിയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ അവിടെ കിടന്ന് എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത് നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അത് നിങ്ങളാണ് പരിഹാരം കണ്ടെത്തേണ്ടത്. അതിന് ഞങ്ങൾ 16 പേർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായോ? നിങ്ങൾ എന്താ കടന്ന് കാണിച്ചത്? അവനാണൊന്ന് ഒതുങ്ങണം ആദ്യമേ. ഞങ്ങളൊക്കെ തലേക്കൂടെ വണ്ടി ഓടി തന്നെയാണ് നടന്നത്. ഓരോരുത്തരും ഇവിടെയുള്ള 16 പേരും ഈക്വലി എഫേർട്ട് എടുത്തിട്ടുണ്ട്. സന്തോഷ് കീഴാറ്റൂർ ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴപ്പോ ഓരോ കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ വിളിച്ച് ചോദിക്കുക, ആ ടെൻഷൻ അനുഭവിക്കുക അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? എല്ലാവരും അവരവർക്ക് ഏൽപ്പിച്ച ജോലി. നിങ്ങൾക്ക് മാത്രം എന്താ എക്സ്ട്രാ ഫിറ്റിംഗ്? നിങ്ങൾക്ക് എന്താ വന്നതെന്താ? നിങ്ങൾക്ക് എന്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് വന്നത്? ഇതെല്ലാം ഞാൻ ഇവരോട് എനിക്ക് ഇവരെ വിളിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഇവരെ കണ്ണെടുത്ത കണ്ടുകൂടാ. ഞാൻ ഇവർക്ക് എന്ത് വൈരാഗ്യം ചെയ്തെന്ന് എനിക്ക് അറിയില്ല. തുടക്കം തൊട്ടിട്ട് ഈ സ്ത്രീ എന്നോട് എങ്ങനെ പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ എന്താ ഇഗ്നോർ ചെയ്തപ്പോൾ ഞാൻ എന്നെയായിട്ടുള്ള എന്തോ കുഴപ്പമല്ലേ അവർക്ക് എന്താ പ്രശ്നം? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയില്ല. ആകെ 1-2 പടത്തിൽ ഞാൻ ഇവരോട് അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ ചില വൈബ്സ് ഉണ്ട്, ചില എനർജീസ് ഉണ്ട്, അത് ചേരില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്തോ ഞാനും അവരുമായിട്ട് ചേരില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു കൃമി എപ്പോഴും ഒരു കൃമിയായിരിക്കും, ഒരു വിഷം എപ്പോഴും ഒരു വിഷമായിരിക്കും. നിങ്ങൾ ആരുമായിട്ടാണ് ചേരുന്നത്? നിങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ പറഞ്ഞതാ. ഞാനോർത്ത് എന്നെ നിങ്ങൾക്ക് പേഴ്സണൽ എനിക്ക് നിങ്ങളോട് ഇഷ്ടക്കേടൊന്നുമില്ല. ഇത് പറയുന്ന ഈ നിമിഷം എനിക്ക് നിങ്ങളോട് വൈരാഗ്യോ ദേഷ്യമൊന്നുമില്ല. ഞാൻ നിങ്ങളെ ഇന്ന് വിളിച്ച് നിങ്ങൾ എടുത്ത എഫർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എനിക്ക് ത്രോട്ട് സുഖമില്ല, ത്രോട്ട് പഴുത്തിരിക്കുകയാണ്. ഇത്ര ആന്റിബയോട്ടിക്സ് കഴിച്ചിട്ടാണ് ഞാനൊക്കെ അവിടെ പ്രോഗ്രാമിൽ നിന്നത്. അറിയോ നിങ്ങൾക്ക്? റോണി ചേട്ടൻ ഇന്നലെ രാത്രി 11:30 വിളിച്ച് എന്താ ഇനി എന്ത് മെഡിസിൻ അതിന്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടാണ്. ഇല്ലാത്ത തൊണ്ട ഉണ്ടാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കേട്ടോ സ്ത്രീയെ? ഇല്ലാത്ത തൊണ്ട ഉണ്ടാക്കി ഇത്രയും നമുക്ക് തൊണ്ട വയ്യെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ നിർത്തും ഇല്ലേ? തൊണ്ട വയ്യാന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരി അങ്ങ് നിവർന്നാണ് പറഞ്ഞേക്കുന്നത്. ലാസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഇവരുടെ തൊണ്ട ഇത്രയും വയ്യാതെ വന്ന് എനിക്കൊന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കാം. ഇവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നതാണ് എല്ലാം കറക്റ്റ്, ഇവർ പറയുന്നതാണ് എല്ലാം ശരി, ഇവർ പറയുന്നതാണ് എല്ലാം, അതിലൂടെ മറ്റുള്ളവരും കൂടെ വന്നോണം എന്നുള്ളൊരു മൈൻഡാണ് ഇവർക്ക്. ഇവർ എപ്പോഴും മറ്റുള്ളവരെ അങ്ങ് വെറുതെ ഒരു അടിച്ചു താത്ത ഇവർ സംസാരിക്കുകയുള്ളൂ. ഞാൻ എന്നിട്ട് നിങ്ങളെ ഇങ്ങനെ വിളിച്ച് താങ്ക്സ് പറയണമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ആ കുഞ്ഞ് കയറാത്ത ആ കുഞ്ഞിനെ എല്ലാവരും ചീത്ത പറഞ്ഞു. സ്റ്റേജ് കയറാൻ നീ എന്തിനാ ലക്ഷ്മി അങ്ങനെ ചതിച്ചെന്ന് ചോദിച്ചിട്ട് എല്ലാവരും ആ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞപ്പം ആ കുഞ്ഞ് കരഞ്ഞോണ്ടിരുന്നത് അയച്ച വോയിസ് മെസ്സേജ് ഞാൻ വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ടുതരാം. ആ കുഞ്ഞ് ഡ്രസ് ചെയ്ത് വന്ന കുട്ടിയാണ്. അതിനെ ഇവർ പിടിച്ചു വെച്ചു. ഈ സ്ത്രീക്ക് ആരെ ഇത്രയൊക്കെ ചെയ്യുന്നത്? പോലീസോ? ഇവരാണ് അമ്മയുടെ പ്രസിഡന്റ്? ഇവരാരാ? എനിക്കൊന്ന് പറഞ്ഞോ നിങ്ങൾ. ഇവർ നമ്മളെ പോലെ ഒരു മെമ്പർ മാത്രമല്ലേ ശ്വേത ചേച്ചി, കുക്കു ചേച്ചി? നമ്മളെല്ലാം കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ടാ? ഇതാണ് നമ്മുടെ കുടുംബം. അമ്മ എന്ന് പറയുന്ന സംഘടനയാണ് നമ്മുടെ കുടുംബം. ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്, അല്ലാതെ നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാനല്ല നമ്മൾ കഷ്ടപ്പെടുന്നത്. മനസ്സിലായാ? ഞാൻ എടുത്ത റിസ്ക് അത് ആരും എടുക്കാൻ തയ്യാറാകില്ലെന്ന് എനിക്കറിയാം. എന്റെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് എടുത്ത റിസ്ക്. ആ അമ്മമാരുടെ കണ്ണുനീര് വീഴ്ത്തിയ ഒരുത്തിയുണ്ടല്ലോ, നീ പുഴുത്തേ ചാവുള്ളൂ. നോക്കിക്കോടി. നിനക്ക് എന്റെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരും ശാപം നിനക്കുണ്ടാവും. നീ ഇത്ര വൃത്തികെട്ടോളാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നീ എന്റെ പേര് എനിക്കൊണ്ട് കേസ് കൊടുത്താലും എനിക്കൊരു കുന്തമില്ല. മനസ്സിലായാ? എനിക്കുണ്ടല്ലോ ഒരു കാലത്തും ഇതിനെക്കുറിപ്പേ ഞാൻ പറഞ്ഞു തരാണ്. നിന്റെ അന്തി ഉണ്ടല്ലോ ഞങ്ങളെല്ലാം കാണും. ഞാൻ ജീവിച്ചിട്ടില്ലെങ്കിലുണ്ടല്ലോ കാണുന്നവരുണ്ടാവും. എന്റെ ആത്മാവെങ്കിലും കാണുമത്. നീ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നീ പുഴുത്തേ നീ ചാവുള്ളൂ. നോക്കിക്കോ. ഇതിന്റെ പേരിൽ എന്റെ പേരിൽ എന്ത് നടപടി വന്നാലും എനിക്കൊരു കുന്തമില്ല. ഒരു നന്മമരം പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ. ഇവരെപ്പോഴും പറയാറുണ്ട് ഇവർ ഭയങ്കര ദൈവവിശ്വാസിയാണെന്നും ഇവർ തന്നെ അങ്ങ് ദൈവമാണെന്നുള്ള രീതിക്കാണ് ഇവർ അത്രയും വിശ്വാസത്തോടുകൂടിയാണ് ഇവർ പറഞ്ഞു കിടക്കുന്നത്. അവരുടെ വായിന്ന് വന്നാണ് നമ്മൾ ഒരു മനുഷ്യനെയും അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുകയില്ല. പുഴുത്ത് ചാകുക അതൊക്കെ ഏറ്റവും മോശം. പണ്ടൊക്കെയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു വിവരവും ബോധമില്ലാത്ത മനുഷ്യരൊക്കെ പറയുമായിരുന്നു നീ പുഴുത്തേ ചാവുള്ളൂ എന്നൊക്കെ. ഇപ്പോഴത്തെ കാലത്തൊന്നും ആരും ഇങ്ങനത്തെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കത്തില്ല.
എത്ര ഇതായിട്ട് നമ്മൾ എത്ര നികൃഷ്ടമായിട്ടുള്ള വാക്കുകളെന്ന് വേണം ഇതിന് പറയട്ടെ. ഭയങ്കര നികൃഷ്ടമായിട്ടുള്ള ഒരു വാക്കാണ്. ഇവരെക്കാളൊക്കെ എത്ര വയസ്സിന് മൂത്താണെന്നറിയാം ഈ നീനാക്കുറുപ്പ്. ഒത്തിരി വയസ്സിന് മൂത്താണ്. ഇവരെക്കാളൊക്കെ ഒരുപാട് ആ ഒരു ഏജെങ്കിലും ഇവർ നോക്കട്ടെ. ആ ഒരു ഏജിൻ്റെ ഇതെങ്കിലും നോക്കി വേണ്ട ഒരാളോട് സംസാരിക്കാനായിട്ട്. അത്രയും പ്രായമുള്ള അവരെ പറഞ്ഞാണ് പുഴുത്തേ ചാവുള്ളൂ. ഇത് നാളെ ഇവർക്ക് വരികയില്ലോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. ഇതൊക്കെ ദൈവം തമ്പുരാൻ്റെ വിധിയാണ്. ഓരോ മനുഷ്യരുടെ മരണവും കാര്യങ്ങളും അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊരു തീത്. അല്ലാതെ ഇവരല്ല ഇതൊന്നും തീരുമാനിക്കുന്നത്. അവരുടെ തൊണ്ടയ്ക്ക് വയ്യാഞ്ഞിട്ട് ആ തൊണ്ട കൊണ്ടാണ് അവർ ഇത്രയും കിടന്ന് പ്രസംഗിച്ചത്. ഇവരോട് ആർക്കെങ്കിലും ഒരു ഇവർ പറയുന്നത് ശരിയായിരിക്കാം, അവർ കാണിച്ച തെറ്റാണ്, ഇല്ലെന്ന് പറയുന്നില്ല. ഒരു പ്രോഗ്രാമിന് ഒരാളെ റെഡിയാക്കി നിർത്തി വെച്ച് ആ ഒരാളെ വിടാതിരിക്കുക എന്ന് പറയുമ്പം ആ ഒരു പ്രോഗ്രാമിന് വരുന്ന പ്രശ്നം നമുക്ക് നല്ലപോലെ അറിയാം. ഇവരുടെ സംഘടന തന്നെയല്ലേ, മത്സരമൊന്നും അല്ലല്ലോ. ഇവരുടെ സംഘടന തന്നെ. ഇവരുള്ളൊരു അതിനകത്തൊരു മീഡിയക്കാരെ ഒന്നും ഇവർ കയറ്റുന്നില്ല. ഇവർ മാത്രമായിട്ടുള്ള ഇതാണ്. അതിനകത്ത് ഒരു മീഡിയക്കാരെ ഒന്നും കയറി ഒരു വീഡിയോസ് എടുക്കാൻ ഒന്നും ഇവർ ഇതാക്കുന്നില്ല. ഇവരൊക്കെ തന്നെയുള്ള ഇവരുടെ സംഘടനയിലുള്ളവരൊക്കെ തന്നെയാണ് ഫോട്ടോയും കാര്യങ്ങളും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഇവർ ഇത്രയും കിടന്ന് ഈ ഒരു വിഷയം ഉണ്ടാക്കേണ്ട ഈ ഒരുമാതിരി മോശം ഇത്രയും ഒരു അധപ്പതിച്ച വാക്കുകൾ ഇവർ പറയേണ്ട കാര്യമില്ലായിരുന്നു. നീ ആരെ വിട്ടെ? നീ എന്താ ഞങ്ങളുടെ ആണുങ്ങളെല്ലാം നീ എന്തൊക്കെയാണ് കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? അവരെ കേട്ടില്ല ഇവരെ കേട്ടില്ല. എന്താ നിനക്ക് പ്രിയപ്പെട്ടവർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്? ഞങ്ങൾ എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത്. ഞങ്ങൾക്ക് എയിൽ തുടങ്ങുന്ന അങ്ങം തൊട്ട് സിയിൽ വരുന്ന അങ്ങം വരെ ഞങ്ങൾക്ക് ഒരുപോലെയാണ്. മനസ്സിലായില്ലേ? നമ്മൾക്ക് ഒരു വേർതിരിവ് ആരോടും ഇല്ല. ഞങ്ങൾക്ക് ആരും വലുത് ഒരാൾ ചെറുതൊന്നുമില്ല. ഞങ്ങൾ പണിയെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നിങ്ങൾ പണിയെടുക്കുന്ന പെർട്ടിക്കുലർ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇത് മാത്രമല്ല, ഞാൻ എന്റെ പ്രോഗ്രാമിൽ പ്ലാൻ ചെയ്ത പലരെയും കൊണ്ടുപോയെന്ന് എനിക്കറിയാം. പക്ഷേ ചിലരൊക്കെയുണ്ടല്ലോ ബോൾഡായിട്ട് നിന്നോട് ഞങ്ങൾ ആ പ്രോഗ്രാം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ നിന്നത് എനിക്കറിയാം. മനസ്സിലായാ? നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് എന്താ കിട്ടിയത്? നിങ്ങൾക്ക് കിട്ടിയത് ഇതാണ്. നിങ്ങൾ അറിഞ്ഞോ? കുറെ ശാപവും കുത്തുവാക്കുമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അൾട്ടിമേറ്റ് നിങ്ങളുടെ ജീവിതം മുഴുവനും അതായിരിക്കും. ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് എന്നോട് മാത്രമേ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എനർജീസ് തമ്മിൽ ചേരുന്നുണ്ടാവില്ല. ചിലരോട് നമ്മളോട് അവർ ഒരു ശത്രുതയും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് ചിലർ ശത്രുക്കളായിരിക്കും. നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. അതായിരിക്കും. എനിക്ക് നിങ്ങളോടൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നോട് അങ്ങനെയാണ് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്. നിങ്ങൾക്ക് എന്ത് കഴിവാവുള്ളത്? നിങ്ങൾ അതൊന്ന് പറ. ഈ ആൾക്കാരുടെ അടുത്ത് വഴക്കിടാനും അവരുടെ മേത്ത് കുതിര കയറാനും അവരെയൊക്കെ ചീത്ത പറയാനും അവരെ വെറുപ്പിക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് കഴിവുണ്ട്? നിങ്ങൾ ആരെ വിശ്വാസത്തിന് നടിയോ? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എങ്ങനെ അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടിയെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ എന്ത് ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ളത്? നിങ്ങൾ എടുത്ത ക്യാരക്ടേഴ്സ് ഒന്ന് എടുത്തെടുത്ത് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യും. നിങ്ങൾക്ക് എന്തോ ഈശ്വര ഭാഗ്യം ഉള്ളതുകൊണ്ട് നിങ്ങൾ സിനിമയിൽ വന്നു. നിങ്ങൾ ഇത്രയും വലിയ മഹത്തായ ഒരു സംഘടനയിൽ നിങ്ങൾ മെമ്പറായി. അത്രേ ഉള്ളൂ നീനാക്കുറുപ്പ് മാഡം. നീനാക്കുറുപ്പ് ഇവർ വരുന്നതിന് മുമ്പേ സിനിമയിൽ വന്നൊരു വ്യക്തിയാണ് നീനാക്കുറുപ്പ് എന്ന് പറയുന്നത്. അഭിനയം ഭയങ്കര മെച്ചമൊന്നും ഞാൻ പറയത്തില്ല, കുഴപ്പമില്ല. അവർ ആദ്യം ആ മമ്മൂട്ടിയൊക്കെ സിനിമയിലേക്ക് നമുക്ക് അങ്ങോട്ട് വലിയ അവർക്ക് അങ്ങോട്ട് അഭിനയിക്കാൻ അങ്ങോട്ട് അറിയാൻ പറ്റുന്ന നമുക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു അതൊക്കെ എൻ്റെയൊക്കെ കുഞ്ഞിലേ കണ്ട സിനിമകളാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവർ സീരിയലിനകത്തും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സീരിയലിനകത്തും ചില സിനിമയിലൊക്കെ വേഷങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുമുണ്ട്. അതൊക്കെ നല്ലതായിട്ട് ഇവർ ചെയ്യുക തന്നെയുണ്ട്. തുടക്കക്കാരെല്ലാം അങ്ങനെയല്ലേ. തുടക്ക സമയങ്ങളിൽ ആരും വലിയ മെച്ചമൊന്നും ആയിരിക്കത്തില്ല. പിന്നെയാണ് അത് ഇതായി വരുന്നത്. പക്ഷേ ഇത്രയും അവരെ പറയേണ്ട കാര്യമൊന്നുമില്ല. അവരത്ര അഭിനയിക്കാൻ അറിയാൻ പറ്റുന്ന നടിയൊന്നുമല്ല. അവർ അഭിനയിക്കാൻ അറിയാവുന്ന നടി തന്നെയാണ്. അവരുടെ സിനിമകളും സീരിയലുകളും ഒക്കെ കണ്ടിട്ടുള്ള ഓഡിയൻസൊക്കെ അത് അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെയാണ്. ഇത്രയും ദേഷ്യം വന്നാൽ ഇത്രയും വരും. ഇവരുടെ പ്രശ്നം എന്നാണ്? അവരഭിനയിക്കുന്നതാണോ പ്രശ്നം, അതോ ഇവരുടെ ഡാൻസിന് ആളിനെ വിടാതിരുന്നാണോ ഇവരുടെ പ്രശ്നം? ഇതിൽ കുശുമ്പുള്ള പോലെ നമുക്ക് തോന്നും കേട്ടോ. ഈ ഒരു വർത്താനം കേൾക്കുമ്പോൾ ഇവർക്ക് ആ പ്രോഗ്രാമിന് വിടാതിരുന്നതല്ല, ഇവർ ആ ഒരു വിഷയം വിട്ട് അടുത്തതിലേക്ക് ഇവർ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഉള്ളിൽ എത്രമാത്രം അവരോട് കുശുമ്പുണ്ട്, ആ കുശുമ്പാണ് പുറത്ത് വരുന്നതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അത്രേ ഉള്ളൂ. ആർക്കും ഇല്ലാത്ത സ്പെഷ്യാലിറ്റി ഒന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ വിശ്വാസത്തിന് നടിയായതുകൊണ്ടല്ല നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് സംസാരിക്കാൻ പോലും അറിയില്ല. നാക്ക് പോലും നിങ്ങൾക്ക് തിരിയില്ല. ചേമ്പ് പിടിഞ്ഞത് വായിട്ടത് പോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് പറഞ്ഞാലും മലയാളം പറയാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ സൗന്ദര്യം, നിങ്ങളെക്കാട്ടിലും സൗന്ദര്യമുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ എന്റെ അമ്മയെ കണ്ടു നോക്കണം. മനസ്സിലായാ? എന്റെ അമ്മ എന്ത് സുന്ദരിയാണ് നിങ്ങളെക്കാട്ടിലും. എന്റെ അമ്മയുടെ പെരുമാറ്റം എന്ത് നല്ല പെരുമാറ്റമാണ്. ഞാൻ പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പ്രായത്തിനെ മാത്രമേ ബഹുമാനിക്കുന്നുള്ളൂ. അല്ലാതെ മലയാള സിനിമയ്ക്കോ ഈ സമൂഹത്തിനോ, നമ്മളെ കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവണം നീനാക്കുറുപ്പ് മാഡം, ഈ സമൂഹത്തിനോ എന്തെങ്കിലും ചെയ്തായിട്ട് എന്റെ അറിവിലില്ല. നിങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇവിടെ 1000 പേരുണ്ട്. ആർക്ക് വേണമെങ്കിലും നിങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സ് അഭിനയിക്കാം. അല്ല നിങ്ങൾ അഭിനയിച്ച് ഫലിപ്പിച്ച എന്ത് ക്യാരക്ടറാണ് ഇവിടെ ഉള്ളത്? നിങ്ങൾ പറ. നിങ്ങൾ പിന്നെ എന്ത് വേഷം കെട്ടായി കാണിക്കുന്നത്? നിങ്ങൾ യങ് ആയിട്ടിരിക്കുന്നതോ? അത് നിങ്ങളുടെ മിടുക്ക്. അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതൊന്നും എന്നെ സംബന്ധിച്ച് അതിനൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ നരയിട്ട് നടക്കും, വണ്ണം വെച്ചാൽ വണ്ണമുള്ളവർ നടക്കും. അതൊന്നും എന്നെ സൗന്ദര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു എന്താ പറയുക എന്തെങ്കിലും ആയിട്ട് ഞാൻ കാണുന്നില്ല. സൗന്ദര്യം എന്ന് പറഞ്ഞൊരു ഘടകമല്ല. നമ്മുടെ മനസ്സിനാണ് സൗന്ദര്യം വേണ്ടത്. മനസ്സാണ് എല്ലാം. ആ മനസ്സ് നിൽക്കില്ല. നിങ്ങളുടെ മനസ്സ് മൊത്തം വിഷം മാത്രമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഇവർക്ക് അവർ ഒരു പ്രോഗ്രാമിന് തടസ്സം വരുത്തിയതാണോ ഇവരുടെ പ്രശ്നം, അതോ അവർ സുന്ദരിയായിട്ട് ഇരിക്കുന്നതാണോ ഇവരുടെ പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലായില്ല. എൻ്റെ അമ്മ നിങ്ങളൊക്കെ നല്ല സ്വഭാവമുള്ള, അപ്പം മോടെ സ്വഭാവം അത്ര നല്ലതല്ലെന്ന് മോക്ക് തന്നെ അറിയാം. അതുകൊണ്ടല്ലേ പറയല്ലോ നിങ്ങളൊക്കെ നല്ല സ്വഭാവം എൻ്റെ നല്ല പറയുക. അതുപോലല്ല, എൻ്റെ അമ്മ നിങ്ങളൊക്കെ സുന്ദരിയാണ്. അത് ഓരോരുത്തർക്ക് സൗന്ദര്യം ഓരോ രീതിക്കാണ് ഇല്ലേ. വേറൊരാളുടെ സൗന്ദര്യം ആയിരിക്കില്ല നമുക്കുള്ളത്. നമ്മളൊക്കെ കാണാൻ കൊള്ളാമെന്ന് ഒരുപാട് പേര് കാണും. വേറെ ഇത് അവരുടെ സൗന്ദര്യത്തിലുള്ള കുശുമ്പാണോ, അതോ അവർക്ക്
അവർക്ക് ഓവർ വണ്ണമില്ലാതെ അവരുടെ ബോഡി അവർക്കൊന്ന് പൊതുവെ വണ്ണം വെക്കാത്തൊരു ശരീരപ്രകൃതമാണെന്ന് തോന്നുന്നു. കാര്യം കണ്ട നാൾ മുതൽ അവരങ്ങനെയാണ് ഇരിക്കുന്നത്. ഓവറായിട്ട് ഒരു വണ്ണം ഓരോരുത്തർക്കും ഉണ്ട്, ഓരോരുത്തരുടെ ശരീരം എങ്ങനെയാണ്, ഓവറായിട്ട് വണ്ണം വെക്കാത്ത ഒരുപാട് പേരുണ്ട്. ആ ഒരു ഇതാന്ന് തോന്നുന്നു അവരുടെ ബോഡി, അതുകൊണ്ടായിരിക്കും അവർ ഓവറായിട്ട് വണ്ണം വെക്കാത്തത്. അതൊക്കെയാന്ന് തോന്നുന്നു പുള്ളിക്കാരുടെ പ്രോബ്ലം എന്ന് തോന്നുന്നു. കാര്യം പെണ്ണല്ലേ, ഞാനും ഒരു പെണ്ണാണ് എന്ന് വെച്ച് പറയുമല്ലോ കേട്ടോ. ചില പെണ്ണുങ്ങൾക്കുണ്ട് ചില മനുഷ്യരുടെ കുശുമ്പ് കയറി കഴിഞ്ഞിട്ടല്ലോ എന്നതാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല, അവരെ ഏത് രീതിക്കാണ് തളർത്തേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷേ വേറൊരു വിഷയം എടുത്തായിരിക്കും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഉണ്ടാക്കി ലാസ്റ്റ് വരുമ്പോൾ ഉണ്ടല്ലോ ഇവരുടെ മനസ്സിൽ കിടക്കുന്ന ആ ഒരു യഥാർത്ഥ പ്രശ്നം എന്നാന്നുള്ളത് പുറത്തു വരും. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലക്ഷ്മിപ്രിയയ്ക്ക് അവർ ആ ഒരു കുട്ടിയെ അവരുടെ ഡാൻസ് കളിക്കാൻ വിടാതിരുന്നതോ പ്രോഗ്രാമിന് വിടാതിരുന്നതോ ഒന്നും അല്ല വിഷയം വന്നത്. ഇവർ എങ്ങായിട്ടിരിക്കുന്നു, അതാണ് ഇവരുടെ പ്രശ്നം. അവർക്ക് പ്രായം തോന്നുന്നില്ല. എൻ്റെ തല നരച്ചാൽ ഞാൻ ഡൈ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നു. അവരങ്ങനെ ചെയ്ത് നടക്കുന്നെങ്കിൽ അത് അവരുടെ ഇഷ്ടം ഇല്ലേ. അവർ ആരുടെ അടുത്ത് ഒന്നിനും ചെല്ലുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല അവരെപ്പറ്റി ഇതുവരെ. അവർ ഹസ്ബൻഡ് പോയി കഴിഞ്ഞാണേലും അവരവരുടെ കൊച്ചിനെയും വളർത്തി ഇങ്ങനെ അഭിനയിച്ച് ഓരോ ഇതായിട്ട് അവരവരുടെ കാര്യങ്ങൾ നോക്കി പോവാണ്. എന്നാണേലും നമുക്ക് ബാക്കിയും കൂടെ ഒക്കെ കേൾക്കാം. മനസ്സ് നിൽക്കില്ല, നിങ്ങളുടെ മനസ്സ് മൊത്തം വിഷം മാത്രമാണ്. മനസ്സിലായോ? വിഷം മാത്രമാണ് നിങ്ങളുടെ മനസ്സ്. നിങ്ങളുണ്ടല്ലോ, ഞാൻ വീണ്ടും പറഞ്ഞ് നിങ്ങൾ ഗതി പിടിക്കൂല. ഇത് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പരസ്യമായിട്ട് വന്നത് സ്റ്റേജിൽ മൈക്കെടുത്ത് പറയേണ്ട കാര്യമാണ് ഞാൻ ഇപ്പൊ ഈ പറയുന്നത്. നമ്മൾ 17 പേര് നിന്നാ നിന്നു, ഇത് ഔട്ടായി പോകണമെങ്കിൽ ഔട്ടായി പോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്താണ് നിങ്ങളവിടെ കാണിച്ചു കൂട്ടിയത്? എന്ത് പ്രഷറാണ് ആൾക്കാർക്ക് കൊടുത്തത്? നിങ്ങൾ പറഞ്ഞ രാത്രി 12 മീറ്റിംഗ് വിളിക്കേണ്ടി വരുന്നു. ഇവിടെ എന്താ പണിയെടുക്കുന്നവരായില്ലേ? കേറ്ററിംഗിന്റെ ആൾക്കാർ വരുന്നത് എന്താ മേഡം അവരിങ്ങനെ, എന്താ മേഡം അവരിങ്ങനെ? അപ്പൊ പബ്ലിക്കാണ്, അവർക്ക് അമ്മയുടെ ഫുഡ് തരുന്നത് മാത്രമേ ഉള്ളൂ. അവർ പുറത്തുള്ളവരാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അവർ പോലും നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. ഇതാണോ നമ്മൾ കൊടുക്കേണ്ട സാമൂഹിക സന്ദേശം? ഇതാണോ? അമ്മ എന്ന് പറയുന്നത് സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും മിക്സ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഘടനയാണ്. അതിന്റെ റെപ്യൂട്ടേഷൻ മുഴുവനും കീപ്പ് ചെയ്യാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ അവിടെ കിടന്ന് ചീത്ത പറയുമ്പോൾ അത് കണ്ടോണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആരെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടാണ്ടല്ലോ ഇപ്പൊ കിട്ടുന്ന സ്പോൺസേഴ്സിനെ പോലും കിട്ടില്ല. മനസ്സിലായോ? നമ്മളെ ജോലി ചെയ്യുന്നത് പാവപ്പെട്ട അമ്മമാർക്ക് അന്നം മേടിക്കാനും പാവപ്പെട്ട അമ്മമാർക്ക് മരുന്ന് മേടിക്കാനുമാണ്. മനസ്സിലായോ? അവർ പിന്നെ ഉണ്ടാവില്ല. ആരെങ്കിലും എടുത്തിട്ട് ഇത്ര സംഘടനയ്ക്ക് എന്തിനാ കൊടുക്കണമെന്ന് ചോദിക്കും. നിങ്ങൾ അതുപോലെ മറന്നുപോയി. നിങ്ങൾ എന്ത് പട്ടിഷ്, നിങ്ങളുടെ കുടുംബത്തേക്ക് വലിഞ്ഞു കയറുന്നവരാണോ നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചേ? നിങ്ങൾ എന്തൊക്കെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്? സ്വയം വിലയിരുത്തുക വേണമെങ്കിൽ. എന്താണെങ്കിലും ഇതിപ്പോൾ ആരും കണ്ടിട്ടുമില്ല, ആരും കേട്ടിട്ടുമില്ല. യൂട്യൂബിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇഷ്ടം പോലെ പറയുന്നുണ്ട്. എല്ലാ റിയാക്ഷൻകാരും എടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ടല്ലോ ഇച്ചിരിയിലും മര്യാദ ഉണ്ടെങ്കിൽ, ഇവർക്ക് ഇച്ചിരിയിലും മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ ഇവരിങ്ങനെ ആയിരുന്നില്ല കടേ. എനിക്കൊന്ന് ഇതിൽ ശ്വേതാമേനോട് പങ്കുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ. കാര്യം ഈ ഒരു പ്രശ്നം ഇവരുടെ വീട്ടിലെ കുക്കു പരമേശ്വരൻ മാത്രമുള്ളൂ ഇതിനെതിരെ പറഞ്ഞത്. ഈ മറ്റേ ശ്വേതാമേനോൻ അനങ്ങിയിട്ടില്ല. ശ്വേതാമേനോൻ ചിലപ്പം ഇവരെ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ നീനാക്കുറുപ്പിനെ പറ്റി. എൻ്റെതെങ്കിലും ഈ ലക്ഷ്മിപ്രിയയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതായിരിക്കാം ശ്വേതാമേനോൻ അനങ്ങാതിരുന്നത്. ഇതാണ് ഈ എന്നയിലൊക്കെ നമ്മൾ മറ്റവരുടെ കുറ്റം നമ്മളെടുത്തിട്ട് പറയുമ്പോൾ നമ്മളവരുടെ കൂടെ കൂടി ആ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പം എന്നറിയാം. പിന്നീട് ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് സൗണ്ട് ഉയർത്താൻ പറ്റത്തില്ല. നമ്മളെ പറഞ്ഞ ആൾ പറയും പണ്ട് നീ അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കും. അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു ഊഹമാണേ, കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. ഒരു ഊഹം വെച്ച് ഞാൻ പറഞ്ഞതാണ്. കാര്യം ശ്വേതാമേനോനെ നമ്മൾ കണ്ടതാണ് ബിഗ് ബോസിൽ വെച്ച്. ശ്വേതാമേനോൻ്റെ ചെറിയ കുശുമ്പും കുഞ്ഞാഴ്മയൊക്കെ ഉള്ള കൂട്ടത്തിൽ തന്നെയാണ് ശ്വേതാമേനോനും. എന്താണെങ്കിലും എന്റെ എല്ലാ പ്രതിഷേധവും ഞാൻ ഇവിടെ EC മെമ്പർമാരെ മൊത്തം ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഇപ്പോഴാണ് ഇത് മൊത്തം അറിയുന്നത്. അല്ലെങ്കിൽ തന്നെ പല കാരണങ്ങൾ കൊണ്ട് രാജിവെക്കുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടാണ് രാവിലെ ഇന്ന് കണ്ണു തുറന്നത്. അപ്പോഴാണ് എനിക്ക് ഇതും കൂടെ കിട്ടുന്നത് കേട്ടോ. നിങ്ങൾ ശരിയല്ല. നിങ്ങൾ സ്വയം നിങ്ങളുടെ നാക്കിനെ അടക്കണം, നിങ്ങളുടെ പെരുമാറ്റത്തിനെ അടക്കണം. എനിക്കൊരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ടായിട്ട് ഞാനത് വ്യക്തിപരമായിട്ടാണ് പരിഹരിക്കാൻ ആഗ്രഹിച്ചത്. അത് എന്റെ തികച്ചും വ്യക്തിപരമാണ്. അത് EC ഇടാനോ മറ്റുള്ളവരെ അറിയിക്കാനോ ഞാൻ മുതിർന്നിട്ടില്ല. ഇപ്പോഴും ആ കുഞ്ഞിനോട് എനിക്ക് ഒരു ശത്രുതയില്ല. അത് കഴിഞ്ഞു, അത് പോയി. ജീവിതമല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അതല്ല. ഇത് വ്യക്തിപരമല്ല നിങ്ങൾ ഈ ചെയ്യുന്നത്. നിങ്ങളൊരു സാമൂഹിക വിപത്തായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ സമൂഹത്തിന് ദോഷം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ശരിയല്ല. ഇതിനുള്ള നടപടി എന്താണെന്ന് വെച്ചാൽ ഉണ്ടായിക്കണം. അല്ല നടപടി എടുത്തില്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല, എനിക്കൊരു ചുക്കുമില്ല. പിന്നെ പ്രോഗ്രാംസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമയത്തിന്റെ പ്രശ്നം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ടെൻഷൻ വരാം. അത് നിങ്ങൾക്കും എനിക്കൊക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് വേണം? ആ പ്രോഗ്രാമിൽ നിന്ന് ഈ കുട്ടിയെ മാറ്റിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഈ കുട്ടിയെ എത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വിടാനായിട്ട് പറ്റും എന്ന് വന്ന് ചോദിക്കണം. നിങ്ങളുടെ മുന്നിൽ കൂടെ ഞാൻ നടന്നല്ലേ, പല പ്രാവശ്യം നടന്നല്ലേ, പല കാര്യങ്ങൾക്കും നിങ്ങൾ എന്നെ കാണാതൊന്നും ഇരുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഫോൺ നമ്പർ ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്നെ വിളിക്കാറുണ്ടല്ലോ. നിങ്ങൾ ചോദിച്ചോ? നിങ്ങൾ ആരെയാ നന്നാക്കാൻ ശ്രമിക്കുന്ന? ആരെയാ നിങ്ങൾ ഈ ഷോ നന്നാക്കാനാണോ ശ്രമിക്കുന്നത്? അമ്മ സംഘടന നന്നാക്കാനാണോ ശ്രമിക്കുന്നത്? അതോ നിങ്ങളെ തന്നെ നന്നാക്കാനാണോ? ആരെയാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഒരു സ്റ്റേജിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഞാനൊരു സ്റ്റേജ് ആർട്ടിസ്റ്റാ. ഇപ്പോഴും ഉണ്ടല്ലോ 2.5 മണിക്കൂറുള്ള നാടകം. നിങ്ങൾ തൂങ്ങിച്ചാത്താൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തലകുത്തി നിന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. 2.5 മണിക്കൂറുള്ള നാടകം ലൈവായിട്ട് 10,000-കണക്കിന് കാണികളുടെ മുന്നിൽ ഞാൻ ചെയ്യുന്ന വ്യക്തിയാണ് ഇന്നും. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വിറയാണ്. ക്യാമറയുടെ മുന്നിൽ നിന്ന് അഭിനയിക്കുന്നതിനും വിറയാണ്. സ്റ്റേജിലുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. മനസ്സിലായോ? ഒരു സ്റ്റേജിൽ ഒരു പ്രോപ്പർട്ടി എത്തിയില്ലെങ്കിൽ, സ്റ്റേജിൽ ഒരു സമയത്ത് ഒരു കാര്യം വന്നില്ലെങ്കിൽ നമുക്കുണ്ടാകും. ഇന്നലെ ഒരു പാട്ട് ഇച്ചിരി സമയം എടുത്തപ്പോ നമ്മൾ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ട്. നമ്മുടെ ഹൃദയം ഇപ്പം നിന്ന് നമ്മൾ ചത്തുപോകുന്നു നമുക്ക് തോന്നും. മനസ്സിലായോ? അതാണ് സ്റ്റേജുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്. അപ്പോ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഇത്ര സമയത്തിനുള്ളിൽ കുട്ടിയെ വിട്ടു തരാൻ പറ്റില്ലെങ്കിൽ ലക്ഷ്മി ഐ റിയലി സോറി, ഞാൻ ഈ കുട്ടിയെ വിടാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പകരത്തിന് ഒരു സംവിധാനം ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താ ചെയ്തേ? നിങ്ങൾ എന്നോട് ചോദിച്ചോ? പറഞ്ഞോ? സ്റ്റേജിൽ കയറുമ്പോഴാണ് ഈ ഒരു ആർട്ടിസ്റ്റ് ഇല്ലാന്ന് നമ്മൾ അറിയുന്നത്.
എന്നിട്ട് എന്താ ഞങ്ങളുടെ പ്രോഗ്രാമിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? ഞാൻ വിശ്വോത്തര നർത്തകിമാരെ കൊണ്ടല്ല പെർഫോമൻസ് ചെയ്യിപ്പിച്ചത്, ഞാൻ എന്റെ അമ്മമാരെ കൊണ്ടാ ചെയ്യിച്ചത്. കിഡ്നി സർജറി ചെയ്തിട്ട് മാസങ്ങളായിട്ടുള്ള വിചിത്രയാൻഡി, ആ അമ്മയെ സ്റ്റേജ് കയറ്റാൻ എനിക്ക് പറ്റി. മുട്ട് സർജറി 2 മുട്ട് മാറ്റി വെച്ച ദീപികയാൻഡി, 80 വയസ്സിന് മേലുള്ള ഒരു കൃഷ്ണൻ, 10-68 വയസ്സായ ശിവൻ, ഇവരെയൊക്കെ കൊണ്ടുവരാൻ 1.25 ദിവസം കൊണ്ടാണ് ഞങ്ങളത് പഠിച്ചത്. മനസ്സിലായ? സ്റ്റേജ് കയറിയപ്പോൾ അവരനുഭവിച്ച ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷമാണ് എനിക്ക് അനുഗ്രഹമായിട്ട് വരുന്നത്. ആ സന്തോഷം ഞാൻ നല്ലപോലെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോഴും എന്റെ മനസ്സ് നിറഞ്ഞായിരിക്കുന്നത്. ആ മനസ്സ് നിറഞ്ഞാൽ നിങ്ങളെ ഞാൻ ശപിക്കുകയും ചെയ്യും. ഒരാളോടും ചെയ്യരുത് ഇങ്ങനെയൊന്നും. ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ വ്യക്തി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പൊ എനിക്ക് നിങ്ങളുടെ സ്വഭാവം മനസ്സിലായി. നിങ്ങൾ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ലോകത്തോട് മുഴുവനും വെറുപ്പാണ്, വിദ്വേഷം കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ചതിക്കുകയും വഞ്ചിക്കുകയും പറ്റിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. സ്ത്രീകളോട് മാത്രമാണ് വെറുപ്പെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു. പക്ഷെ നിങ്ങൾക്ക് പുരുഷന്മാരോടും വെറുപ്പാണ്. നിങ്ങൾക്ക് ഈ ലോകത്തുള്ള സകലതയോടും വെറുപ്പാണ്, പുച്ഛാണ്. നിങ്ങളുടെ സ്ഥായി ഭാവം എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾക്കില്ലാത്തത് ഞങ്ങൾക്കുള്ളതായിട്ട് സാധനമുണ്ട്, വിവേകബുദ്ധി. നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മൾ ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്, ഏത് സദസ്സിലാണ് നിൽക്കുന്നതെന്ന്. നിങ്ങൾ ഒരു സ്ത്രീയെ കൺട്രോൾ ചെയ്യാൻ എന്തെല്ലാം പാടുപെട്ടു. കാണിച്ചത് ചെറ്റത്തരായിപ്പോയി, തെമ്മാടത്തരായിപ്പോയി. ഇതിൽ ഇവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇവരതുവഴി നടന്ന സമയത്ത് ഈ നീനക്കുറുപ്പിന് അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ ഇവർ മാറ്റി നിർത്തുന്നുണ്ടായിരുന്നെങ്കിൽ പറയായിരുന്നു, നിങ്ങൾക്ക് എപ്പോഴാണ് പ്രോഗ്രാം തുടങ്ങുന്നത്, ഞങ്ങൾക്ക് ഇനി എപ്പോൾ നിങ്ങൾക്ക് എനിക്ക് വിട്ടു തരാൻ പറ്റും. ആ പറഞ്ഞതൊക്കെ ഓക്കെ, അതൊക്കെ അവർ സംസാരിച്ചത്. അങ്ങനെ ഒരു കാര്യം ഇവർ ന്യായമായിട്ട് ആദ്യം അത്രയും മാത്രം ഇവർ പറഞ്ഞാൽ മതിയായിരുന്നു. എന്നോട് ഇവർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, എൻ്റെ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവർ എൻ്റെ കൂടെയുള്ള കുട്ടികളെ ഇങ്ങനെ മാറ്റി, അതുപോലെ എൻ്റെ കൂടെയുള്ള പലരെ ഇവർ ബ്രെയിൻവാഷ് ചെയ്ത് മാറ്റാൻ നോക്കി. ഇവരെന്തിനാണ് അങ്ങനെ ചെയ്തത്, അതിനുള്ള കാരണം എനിക്കറിയണം. അല്ലെങ്കിൽ ഇവർക്ക് അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് എന്നെ ഫോൺ ചെയ്ത് ചോദിക്കായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ അവിടെ നടന്നപ്പോൾ ഇവർക്ക് ചോദിക്കായിരുന്നു, ഇങ്ങനൊരു പരിപാടിയുണ്ട്, ഞങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാർ, അപ്പം നിങ്ങളുടെ പരിപാടി എപ്പോൾ കഴിയും, അല്ലെങ്കിൽ ഞങ്ങളുടേത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വിട്ടാൽ മതിയോ എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചോദിക്കായിരുന്നു. അതും നീനക്കുറുപ്പിൻ്റെ ഭാഗത്തും ഉണ്ട് തെറ്റ്, ഇല്ലെന്നല്ല, അവരങ്ങനെ ചോദിക്കാതെ. പക്ഷേ നീനാക്കുറുപ്പ് ആ കാണിച്ച തെറ്റെല്ലാം ഇവർ ഇത്രയും നേരം ചലവലാന്ന് കിടന്ന ചിലപ്പിലെങ്ങും ഇല്ലാതായിപ്പോയി. കാര്യം ഇവരായില്ലേ ഇപ്പോൾ പ്രശ്നക്കാരി. ഇവരുടെ വായിന്നത് ഇവരെന്നതാന്നുള്ളത് ഇവർ പൊതു സമൂഹത്തിൽ തുറന്ന് കാണിച്ച് ഇവരെന്നതാന്നുള്ളത്, ഇവരിന്നതാണ്, ഇവരുടെ സ്വഭാവം ഇതാന്നുള്ളത് ഇവർ തന്നെ പറയുന്നു. ഒരുപാട് സ്പോൺസർമാർ ഇതിലൂടെ പോകുന്ന കാര്യങ്ങളാണ്. അവരറിഞ്ഞാൽ ഇത് നാണക്കേടാകും, അവർ സ്പോൺസർ ചെയ്യാതാകും. അങ്ങനെയുള്ളപ്പം ഈ മാതിരി ഡയലോഗൊക്കെയാണ് അടിക്കേണ്ടത്. ഇവർ ഇത്രയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നീനാക്കുറുപ്പ് പ്രതികരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അമ്മയിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു, ഇവർ മാപ്പ് പറയണമെന്നും പറഞ്ഞ്. പക്ഷേ ഇതിനെതിരെ പ്രതികരിച്ച ഒരു വ്യക്തിയുണ്ട്, കുക്കു പരമേശ്വരൻ എന്ന് പറഞ്ഞ പഴയ നടിയാണ്. ഇപ്പോഴും അവർ ഫെയിമായിട്ടൊക്കെ നിൽക്കുന്നതാണ്, നാടകം സ്റ്റേജ് ഒക്കെ പ്രോഗ്രാമൊക്കെ ആയിട്ട് ഉള്ള ഇതിനകത്തൊക്കെ ഈ ഇവരുടെ സംഘടനയുടെ തന്നെയൊക്കെ ആയിട്ടുള്ള ഓരോ പരിപാടിയിലും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. പണ്ട് ഒരു നായികയൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ളതാണ്. കുക്കു പരമേശ്വരൻ പറയുന്നൊരു മറുപടിയുണ്ട്. ലക്ഷ്മി, ഇപ്പൊ എനിക്കിത് പറയാതെ വയ്യ. ഈ സംസാരിച്ചത് വളരെ 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 മോശമാണ്. നടപടി എടുക്കുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ലക്ഷ്മി ഇപ്പൊ പറഞ്ഞതെല്ലാം അമ്മയ്ക്ക് ചേരാത്തതാണ്. മറ്റ് സൈഡിൽ എന്തുണ്ടായി എന്നുണ്ടെങ്കിൽ ഒരു പരാതിയാണ് എഴുതി തരേണ്ടത്, അല്ലെങ്കിൽ പരാതി. അത് ഈ ഗ്രൂപ്പിൽ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. ഇത് ഇപ്പോ ലക്ഷ്മിയാണ് മറ്റു 16 പേരെയും മോശമാക്കിയത്. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. അമ്മയിലെ ഒരാളും എന്ത് എതിരഭിപ്രായമുണ്ടെങ്കിലും ഈസിയിൽ കൊണ്ടുവരാം, നേരിട്ട് പറയാം. ദിസ് ഇസ് നോട്ട് ദ വേ an അമ്മ മെമ്പർ ഷുഡ് ബിഹേവ്. ഒരു പ്രോഗ്രാമിൽ നടന്ന എന്ത് ഇഷ്യൂ ആണെങ്കിലും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഇത് തെറ്റ് തന്നെയാണ്. ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ലക്ഷ്മിക്ക് വികാരങ്ങൾ ഉണ്ടാവാം, ദേഷ്യമുണ്ടാവാം, എതിർപ്പുണ്ടാവാം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ളതാണ്. അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യണം. ആര് തെറ്റ് ചെയ്തു, ആര് ശരി ചെയ്തു എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാം. ആരാണെങ്കിലും ദിസ് കൈൻഡ് ഓഫ് റിയാക്ഷൻ, ഇതുപോലെയുള്ള സംസാരം, അത് സംസാരിക്കുന്നവരെയാണ് പുറത്ത് കാണിക്കുന്നത്. പ്ലീസ് ഇങ്ങനെ സംസാരിക്കരുത്. ഇതല്ല അമ്മ. അവർ പറഞ്ഞ കറക്റ്റാണ്. ആ പറഞ്ഞ ആളുടെ ഇതാണ് ആ സംസാരത്തിലൂടെ പുറത്ത് വന്നത്. അവരൊരു സംഘടനയാണ്, അമ്മയെന്ന് പേരിട്ടൊരു സംഘടന. ആ സംഘടനയിൽ ഒരാൾ എന്നിലും കാണിച്ചാൽ മതി, മൊത്തം പേരെയും ബാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാവരും അറിഞ്ഞില്ലേ, ഇവരുടെ അതിനകത്തൊരു മീഡിയ പോലും കയറ്റാതെ ഇവർ കൊണ്ടുവരുന്നത്. ആരാണ് പുറത്ത് വിട്ടേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇവരുടെ വാട്സപ്പിൽ വന്നാണ് ഇവർ പുറത്ത് വിട്ടേക്കുന്നത്, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ആ ഒരു സംഘടനയിൽ ഉള്ള കാര്യങ്ങൾ പുറത്തു വന്നു. ലക്ഷ്മിപ്രിയ ആരാന്നുള്ളത് ലക്ഷ്മിപ്രിയ തന്നെ കാണിച്ചു കൊടുത്തു. നീനാക്കുറുപ്പ് ചെയ്തത് ആരെങ്കിലും അറിഞ്ഞോ, ആരെങ്കിലും ഒരു വിഷയം, അത് ആ ഒരു പ്രശ്നം ഇതിലങ്ങ് പോയില്ലേ. ഇപ്പം നീനാക്കുറുപ്പ് പറഞ്ഞേക്കുന്നത്, നീനാക്കുറുപ്പിൻ്റെ ക്ഷമ പറയുന്നത്, കുക്കു പരമേശ്വരൻ പറഞ്ഞതിൽ ഒരു തെറ്റും ഇല്ല അല്ലേ. അവരെത്ര മാന്യമായിട്ടും എത്ര അന്തസ്സായിട്ടുമാണ് അവർ. അതാ പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി അറിയണമെങ്കിൽ അവരുടെ സംസാരത്തിൽ നമുക്കറിയാൻ പറ്റും. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാണേലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തേക്കുന്നത് ഈ ഒരു കാര്യമാണ്. അടുത്തൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.